രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ മഴ പെയ്താൽ നമ്മൾ എങ്ങനെ എഴുന്നേൽക്കാൻ അല്ലെങ്കിലേ എണീക്കാൻ മടിയായി അയക്ക് ഈ ഒരു മഴ പെയ്തിട്ടുള്ള തണുപ്പും ഇന്നലെ രാത്രി ഇങ്ങോട്ട് തുടങ്ങിയതാടാ നിൽക്കാതെ മഴയാണ് ഒരു അവസാനം ഇല്ലാന്ന് തോന്നുന്നു എൻ്റെ റബ്ബെ തണുത്തിട്ട് പുതച്ച് മൂടി കിടക്കാനാണ് പൂതി പിന്നെ ഒരുവിധം ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇന്ന് മദ്രസ ഇല്ല സ്കൂളുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ എഡിറ്റ് ചെയ്തിടാൻ ഇച്ചിരി ലേറ്റ് ആയതാണ് ഓരോരോ തിരക്ക് കൊണ്ടാണ് അപ്പോൾ അതാ ഇന്ന് ഈ നീനൂട്ടിക്ക് തിരിച്ചു പോകണം അങ്ങനെ ഒരുപാട് ഒരു തിരക്കുള്ളൊരു ദിവസമാണ് പക്ഷേ രാവിലത്തെ ഈ മഴയാണ് എല്ലാം കണ്ട് എണീക്കാനും കണ്ട് കണ്ടോ എൻ്റെ മുഖം കണ്ടോ അതിൻ്റെ അറിയാം ഉറക്കം കണ്ട് തെളിഞ്ഞിട്ടില്ല തെളിയാതെ എണീറ്റ് വന്നതിൻ്റെ ഒരു ദേഷ്യം ഒക്കെ കൂടിയാണ് ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ ഉറങ്ങണതിൻ്റെ സുഖം വേറെ എന്തെങ്കിലും ഉണ്ടല്ലേ. എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേഗം ഉണ്ടാക്കുകയാണ് ഇതുമുന്നേ നേരത്തെ ക്ലാസ്സിന് പോകണമല്ലോ വെള്ളിയാഴ്ച 9:30 സ്റ്റാർട്ടാകും മറ്റേ 10 മണിക്കാണ് കേട്ടോ 10 മണിക്കാകുമ്പോൾ ഇവിടുന്ന് ഒരു 9:30 പോയാൽ മതി അപ്പോൾ 9:30 സ്റ്റാർട്ടാകുമ്പോൾ 9 മണിക്ക് പോകണമല്ലോ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് പിന്നെ നോക്കുന്നത് ലഞ്ച് കൊണ്ടുപോകും വേണ്ട വെള്ളിയാഴ്ച ദിവസം ഞാൻ ഓളവിടെ ഫുഡ് കഴിക്കാൻ വിടാറില്ല കുറേ നേരം ഉണ്ടാവും ഒരു 2 മണിക്കൂറോളം ഒഴിവുണ്ടാവും മറ്റേത് 1 മണിക്കൂറല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അധികം കേട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കുരുത്തക്കേട് കാട്ടാനൊന്നും വലിയ സമയം ഉണ്ടാവില്ല കുട്ടികളങ്ങോട്ട് ഒരുമിച്ച് കൂടി കുറച്ച് കൂടുതൽ ടൈം ആയാൽ എന്തെങ്കിലുമൊക്കെ വികൃതി ഒപ്പിക്കും വീഴേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ വെള്ളിയാഴ്ച അങ്ങോട്ട് പോരാൻ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലഞ്ചൊന്നും കൊണ്ടുപോകുന്നില്ല വേഗം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കണം കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഇതുമോനും പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഉള്ളത് നീനുട്ടി പിന്നെ അറിയാമല്ലോ ഓളൊന്ന് പോകുന്ന ദിവസം ആയതുകൊണ്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണ്ടി വരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇനി കുറച്ച് ഫ്രൈഡ് റൈസിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ട് പിന്നെ പക്ഷേ നമ്മൾ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ അരി വാങ്ങി വെക്കുക അങ്ങനെ സ്റ്റോക്ക് വെക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ ഗീ റൈസിൻ്റെ അരിയാണ് ഇവിടെ വെക്കാറുള്ളത് അപ്പോൾ ഓൾ പറഞ്ഞു അത് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി ഉമ്മച്ചിയെ അതിട്ടതിൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയൊരു സൂപ്പറാണ് എന്നൊക്കെയാണ് ഓൾ പറയുന്നത് എന്നെ സോപ്പിടാൻ പറയുന്നതാണോ അത് ടേസ്റ്റ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഉപ്പുമാവ് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പം പച്ചരി തുറക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മളന്ന് വാങ്ങിയിട്ട് ഇതുവരെ അത് എടുത്തിട്ടില്ല നീനൂട്ടി വരുമ്പോഴാണ് കാര്യമായിട്ട് ഗീ റൈസ് ഉണ്ടാക്കൽ അല്ലെങ്കിൽ സാധാ ചോറ് മതിയല്ലോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ആയിരിക്കും ഓള് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഏതായാലും നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കണേ ഞാൻ പിന്നെ നമ്മൾ ഈ ഒരു ഇതായതുകൊണ്ട് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഞാൻ ഓയിലോ നെയ്യൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് വേവിക്കണം സാധാ നമ്മൾ നെയ്ച്ചോറ് എടുക്കുന്ന വെള്ളത്തിൻ്റെ അത്ര വെള്ളം എടുത്തിട്ടില്ല നമുക്ക് അധികം കേട്ട് ഉടഞ്ഞ് വേവുണ്ടല്ലോ കുറച്ചൊരു വേവ് കുറവായിട്ട് അരി എണീറ്റ് നിൽക്കുന്ന ആ ഒരു ടൈപ്പാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുറച്ചു നമ്മൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ 5.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതും റെഡിയായി ഓക്ക് വേഗം ഫുഡൊക്കെ കൊടുക്കുകയാണ് ഓക്കുള്ള ഉപ്പുമാവ് വിളമ്പി കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ടേബിൾ മുഴുവൻ സാധനങ്ങളാണ് ഇന്നലെ രാത്രി കണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ഇതും അയച്ചു വെച്ച ഡ്രസ്സും പിന്നെ തോർത്തുമുണ്ടും ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല നമ്മളെ ഒരു പ്രധാന ഒരു എന്താ പറയുക ഒക്കെ കൂടെ വലിച്ചിരുന്ന ഒരു ടേബിളാണ് കേട്ടോ ഈ ഒരു ഇവിടെയാണ് ഉണ്ടാവുക എല്ലാം കൂടെ കാരണം നമ്മൾ റൂമിലൊക്കെ ബെഡിലൊന്നും കൊണ്ടിടാനൊന്നും ഞാൻ സമ്മതിക്കൂല അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വലിച്ചിടാൻ പറ്റിയൊരു ഈ ഒരു ടേബിളാണ് പിന്നെ ഈ ഒരു ടേബിൾ അധികം എപ്പോഴും ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുകയായിരിക്കും നീനുട്ടി ഇനി തിരിച്ച് പോകണ വരെ ഓൾ അങ്ങനെ തന്നെ കേട്ടോ ഇന്നലെ വാങ്ങിയ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ നേരായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓക്ക് അതിൽ നിന്ന് നോക്കി എല്ലാം അങ്ങനെ നമ്മളിപ്പോൾ തൊടാനൊന്നും പറ്റില്ല അത് ഓള് പോകുമ്പോൾ കോക്കും ആവശ്യം എടുത്ത് പോകും ബാക്കി നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുമൂന്നത് കൊടുത്ത് ഞാൻ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ക്യാപ്സിക്കത്തിൻ്റെ ഒരു മഞ്ഞ കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു പിന്നെ പച്ച കളറിന് നമുക്കിതാ ഈ ഒരു പയറുണ്ട് അതായത് ബീൻസിൻ്റെ പയറുണ്ട് പിന്നെ ഗ്രീൻ പീസ് കുറച്ച് ഉണ്ടായിരുന്നു വെള്ളത്തിലിടാൻ അങ്ങോട്ട് മറന്നു കേട്ടോ ഇന്നലെ രാത്രി കുറച്ച് വെള്ളത്തിലിടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തിലിടാൻ മറന്നു അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഒരു ഉടായ്പാണല്ലോ ഉടായ്പ ഒരു ഫ്രൈഡ് റൈസ് ആണല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് കിടക്കുക ആയാലും വലിയ പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ ഉള്ള പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് നമുക്ക് ഓറഞ്ച് കളർ ക്യാരറ്റും ഉണ്ട് മുട്ട ചിക്കി എടുക്കാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ അതാ ഓരോന്നോരോന്ന് ഞാൻ വെജിറ്റബിൾസ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതും ഇങ്ങനെ റെഡി ആവുന്നുണ്ട് കേട്ടോ ഓളിങ്ങനെ മുടി കെട്ടാനും മൊക്കര കുത്താനൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത് അരിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അരിയാണ് ഈ ക്യാരറ്റ് ഞാൻ അങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഒരേ ഒരു അളവിൽ ഇങ്ങനെ ഏകദേശം ഒരു അളവിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുണ്ട് ആദ്യമൊക്കെ ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെരിഞ്ഞ രീതിയിലായിരുന്നു കട്ട് ചെയ്യൽ ഒരു നീളത്തിലായിട്ട് കുറച്ച് നീളം വരുന്ന രീതിയിൽ
കട്ട് ചെയ്തെടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ഇതിനൊരു മടിയാണ്. എല്ലാം ചെറിയ ചെറുതാക്കിയാണ്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതും ഓൾ തന്നെയാണെന്ന് ഒറ്റയ്ക്ക് വാർന്നത് കേട്ടോ. മുടി ജസ്റ്റ് ഒന്ന് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷേ മൊക്കന് കുത്താൻ ഇപ്പോഴും അങ്ങോട്ട് റെഡി ആയില്ല. ചില ദിവസം കുത്തുമ്പോൾ എന്താ വെച്ചാൽ മുന്നിൽ ചിലപ്പോൾ നീളം കൂടുതലൊക്കെ ആയിരിക്കും. ഒരു ഭാഗം നീളം കൂടുതൽ, ഒരു ഭാഗം നീളം കുറവ്, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ കുത്തിത്തരാമെന്ന് പറഞ്ഞിട്ട് കുത്തി കൊടുക്കും. ഓളെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായ സമയത്ത് അവിടുന്ന് ടീച്ചർ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിഫോമിൻ്റെ കാര്യമാണ് കേട്ടോ. എല്ലാ മക്കളും യൂണിഫോം നല്ല അയൺ ചെയ്ത് വൃത്തിയായിട്ട് വരണം എന്നൊക്കെയാണ് പ്രധാനമായിട്ട് അവിടെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ അങ്ങോട്ട് റിസ്ക് എടുക്കാറില്ല. ഒക്കെ ഓളൊന്ന് പിന്നെ മൊക്കനൊക്കെ നല്ല രീതിയിൽ കുത്തി കൊടുത്ത് ബാഗൊക്കെ അവിടെ കൊണ്ടേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ പോയിട്ട് ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുറ്റത്തോള് കുട മുറ്റത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം പക്ഷി എന്തോ നപ്പിട്ടിട്ടുണ്ട് കുട നമുക്ക്. അത് ആ പൈപ്പിൻ്റെ ചുട്ടിൽ നിന്ന് ഇങ്ങനെ കഴുകുകയാണ് ഓള്. കുറച്ച് ചെറുതായിട്ടായിട്ട് ഇത് ഓളെ കുടയല്ല, ഓളെ കുട ബാഗിലാണ് കേട്ടോ. അത് എടുക്കണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ ഉള്ള വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുട എടുത്തിട്ട് ആണ് ഓളെ കൊണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ പിന്നെ അത് നനഞ്ഞിട്ട് അതിൻ്റെ മൂപ്പരും ഇങ്ങോട്ട് വരുമ്പോൾ ആ കുടയായിട്ട് വന്നാലും ഓളെ കുട ബാഗിൽ തന്നെ ഉണ്ടാവുമല്ലോ. സ്കൂളിൽ നിന്ന് ഇനി അത് എവിടെ വെക്കാന്നുള്ള പുറത്ത് വെച്ചാൽ ചിലപ്പോൾ കാണാതാവും. പിന്നെ ബാഗിൽ നനവുള്ളതുകൊണ്ട് നമുക്ക് ബാഗിക്ക് വെക്കാനും പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ കുട എടുത്ത് പോവുകയാണ്. ബാഗൊക്കെ ഒരു നടുക്കാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. രണ്ടാളും നടുവിലായിട്ട്, ബൈക്കിൻ്റെ നടുവിലായിട്ട് വെച്ചിരിക്കുകയാണ്. മഴ നനയാതിരിക്കാൻ. അങ്ങനെ ഓല് പോയിട്ട് ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. ഫ്രൈഡ് റൈസൊക്കെയുള്ള നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ മുട്ട ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ചിക്കി ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതാ ചിക്കി എടുക്കുകയാണ്. നല്ല ചട്ടി നന്നായിട്ട് ചൂടാണ്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതാ നിൽക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ചെറുതായിട്ട് ചിക്കി കിട്ടുമോ അത്രത്തോളം ചെറുതാകാൻ വേണ്ടിയിട്ടാണ് നിൽക്കാതെ ഇളക്കി കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്നാൽ കട്ടി കൂടും. അപ്പം ചെറിയതാക്കി കിട്ടുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മിക്സാക്കി ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുവിധം ചെറിയ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് ഇങ്ങനെയാണല്ലോ വേണ്ടത് അല്ലേ. അപ്പോൾ നന്നായിട്ട് അത് ഉപ്പും കുരുമുളകും കൂടി മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാറ്റി വെച്ചു. ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഇനി വെജിറ്റബിൾസും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വെളിച്ചെണ്ണയിലാണ് നമ്മൾ മുട്ട ചിക്കി എടുത്തത് കേട്ടോ. പിന്നെ അധികം ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കണ കണ്ട് ഞെട്ടേണ്ട, കാരണം നമ്മൾ ഗീ റൈസിൽ ഒന്നും ഒഴിച്ചിട്ടില്ല. നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണ ഒന്നും ആക്കിയിട്ടില്ല. ചോറ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് വേവാൻ വേണ്ടി കുക്കറിൽ വെച്ചു എന്നുള്ളൂ. അത് നമുക്ക് ചമ്പട്ടിയിലൊക്കെ പാത്രത്തിലും ഒക്കെ വെക്കാം കേട്ടോ. പിന്നെ ഞാനിതാ ഇത് ജസ്റ്റ് പച്ചക്കറികളൊക്കെ അധികം ഒരു ഉള്ളീൻ്റെ പകുതി കേട്ടോ, നമ്മളെ വലിയ ഉള്ളില്ലേ അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഒക്കെ പച്ചക്കറികൾ എല്ലാവിധം അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. ഈ സോയാ സോസ് ഒഴിക്കുമ്പോൾ തന്നെ ഒരുവിധം ഫ്രൈഡ് റൈസിൻ്റെ മണം സംഭവങ്ങളൊക്കെ വരും. അങ്ങനെ അതവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ അതിൻ്റെ കളർ മാറ്റം വല്ലാതെ സംഭവിക്കാത്ത രീതിയിൽ അങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളൊക്കെ ആ കളർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കഴിയുന്നു. പിന്നെ ഞാൻ ഈ ഇളക്കാൻ വേണ്ടി വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇളക്കാൻ നല്ലത് കുറച്ചൊരു വലിയ ചെമ്പട്ടിയല്ലേ. അപ്പോൾ അത് ഞാൻ ഒന്ന് ചെമ്പട്ടിയിലേക്ക് ചോറ് ഒഴിച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് ഏകദേശം വന്നപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ആ എണ്ണയും ഒക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഗീ റൈസിൽ എണ്ണ ഇടാത്തത് കൊണ്ടാണ് കേട്ടോ. കാരണം എൻ്റെ വീഡിയോയിലൊക്കെ വരാറുണ്ട് എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറയണത്. ഞാൻ ചോറ് വെച്ചപ്പോൾ ഇച്ചിരി പോലും എണ്ണ ഒഴിച്ചിട്ടില്ല. ഈ ഒരു വഴറ്റിയ നമ്മളെ ഉള്ളി വഴറ്റിയ പച്ചക്കറികളൊക്കെ വഴറ്റില്ല, ആ എണ്ണ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വെള്ള കളർ. പിന്നെ ഞാൻ പറയാം ഗീ റൈസ് വെച്ചപ്പോൾ കുറച്ച് വെള്ളം കുറവാക്കി വെച്ചതുകൊണ്ട് ഒരു ചെറിയൊരു വേവ് കുറവുള്ള ആ ഒരു നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ വേവായിട്ടും നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് ഇച്ചിരി കൂടി ഞാൻ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. കുറച്ചൊരു അതിൻ്റെ ഒരു കുറവുള്ള പോലെ തോന്നിയപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാ നമുക്ക് ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ഒരു കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ടില്ലേ, ചിക്കൻ അങ്ങനെ പൊരിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ അതായത് അതവിടെ സെറ്റായി മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഈനോട്ടിനെ എണീപ്പിച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓളെ ഞാൻ 9 മണിക്ക് ഇതുമ്പോൾ പോയില്ലേ, ആ സമയം മുതൽ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓള് നേരത്തെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചുണർത്തി വന്നപ്പോൾ കറണ്ട് പോയി. ഓളൊരു വർക്കത്തോണ്ടാണ് തോന്നുന്നു കറണ്ട് അങ്ങോട്ട് പോയി. കറണ്ട് പോയൊക്കെ നോക്കും ഭയങ്കര ദേഷ്യം കേട്ടോ. കാരണം ഈ കണ്ണാടൻ്റെ മുന്നിൽ മേക്കപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് വേണ്ടേ. ഒക്കെ കണ്ണ് കാണൂലല്ലോ, എന്താ പറയുക, കണ്ണ് കാണൂല എന്നല്ല, ക്ലിയർ ആയിട്ട് കാണൂലല്ലോ. അതുകൊണ്ട് ഓളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് എണീറ്റ് വന്നപ്പോൾ കറണ്ട് അങ്ങോട്ടാ പോയി എന്നും പറഞ്ഞിട്ടാണ് പല്ലൊക്കെ തേക്കുന്നത്. ഞാൻ വേഗം ഒക്കെ ചായ വെച്ചു. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പിലാണ് ചായക്ക് പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളത് വെച്ചു കേട്ടോ. ഞാൻ കാപ്പി ഉണ്ടാക്കി തരില്ല, ചായ മതി എന്ന് പറഞ്ഞു. കാരണം എനിക്കും ഓക്കും ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചായ വെച്ചു. പിന്നെ ചിക്കനും പൊരിക്കാൻ വെച്ചു. ബാക്കിയുള്ള പീസൊക്കെ കണ്ട് എടുത്തു. ഇനി കുറച്ചേ ഉള്ളായിരുന്നു ചിക്കൻ്റെ പീസ്. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തു കേട്ടോ.
പിന്നെ ചാപ്പൊക്കെ നമ്മുടെ ചായയൊക്കെ റെഡിയായി. ഞാനും എനിക്കുള്ളതും ഓക്കുള്ളതൊക്കെ ഗ്ലാസ്ക്ക് ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ചായ ആയതുകൊണ്ട് ഓക്ക് അധികം വേണ്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ കുറച്ചുണ്ടാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ ചായ ചണ്ടി കണ്ടോ നല്ല രീതിയിൽ ഇങ്ങനെ അമർത്തി അതിൻ്റെ സത്ത് മുഴുവൻ നെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓക്കുള്ള ഫ്രൈഡ് റൈസും പിന്നെ മുട്ട ചിക്കിയതുണ്ടല്ലോ, ഞാൻ ചോറുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങ് മനസ്സിലായിരുന്നു. കാരണം അത് നീനൂട്ടിക്ക് കുറച്ച് കൊടുക്കാം, ഓക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് എടുക്കാൻ 3 മുട്ട എടുത്തിട്ട് ചിക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് കുറച്ച് ഒരു 1/4 ഭാഗം ഞാൻ മാറ്റി വെച്ചു. ചോറിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പുറമെ കുറച്ചൊരു മുട്ട ഓക്ക് സ്പെഷ്യലായിട്ട് നിന്നോട്ടെ എന്ന് കരുതിയിട്ട്. പോകുന്ന ദിവസം ആയതുകൊണ്ട് കണ്ടോ എൻ്റെ നീനൂട്ടിൻ്റെ മുഖം മ്ലാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പോകുന്ന ദിവസം അങ്ങനെ കേട്ടോ, സങ്കടമാണ് ഒക്കെ. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട്, ചിക്കൻ സ്റ്റൂ ഉണ്ട്, പപ്പടം പൊരിച്ചതുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ ഉണ്ട്. അതൊക്കെ ഓക്ക് കഴിച്ച് ഓളൊരു മൂകാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതൊന്നും വല്ലാതെ അങ്ങോട്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇങ്ങനെ കറണ്ട് വന്നിട്ടുണ്ടോ, കാരണം എന്നാൽ പിന്നെ ഓക്ക് സന്തോഷമായി. പിന്നെ ഓൾ വേഗം ഒക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആവാനൊക്കെ ഒരുങ്ങാണ്. കൺമശി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്കും ക്രീമോ കാര്യങ്ങളൊന്നും മുഖത്ത് തേക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഉള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ ഒക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ബാഗിക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മുഖത്ത് മേക്കപ്പ് ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഓൾ ഇന്നലെ അങ്ങോട്ട് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും 24 മണിക്കൂറെങ്കിലും നമ്മളത് പിന്നെ ഒരു ക്രീമോ ഒന്നും തേക്കരുത് എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഓൾ അത് കേൾക്കൂലോള്. അന്നൊരു ദിവസമൊക്കെ തേക്കൂല, പിറ്റേന്ന് നേരം വെളുത്താൽ പിന്നെയും ക്രീമൊക്കെ തേക്കും. അപ്പോൾ ഞാൻ പറയും അതൊക്കെ തേച്ചിട്ടാണ് പിന്നെ മുഖത്ത് കുരുവൊക്കെ വരുന്നത്. ക്ലീനപ്പ് തേച്ചാൽ നമ്മൾ 24 മണിക്കൂർ വേറെ ക്രീമുകളോ എന്താ പറയുക BB ക്രീമോ ഒന്നും തേക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് കുരു വരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് പിന്നെ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ലിപ്സ്റ്റിക്കും കൺമശി മാത്രമായിട്ട് ഇടുന്നത്. അല്ലാതെ എൻ്റെ കുട്ടി സുന്ദരിയല്ലേ, പിന്നെ എന്തിനാ അതൊക്കെ വലിച്ചു വാരിടുന്നില്ലേ. ഓൾക്കാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് ഓക്കും തെത്തുവിനൊക്കെ എന്തോ ഒരു പ്രേതബാധ കൂടി പോലെ കേട്ടോ. ലിപ്സ്റ്റിക്കാണ് കാണുമ്പോൾ എല്ലാ ഷെയ്ഡും കൂടി ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇന്നതാ ഈ ബാഗ് മാറ്റി വേറെ ബാഗ് ഇടണം. ഓക്കെ, ഞാൻ ഒരു പ്രത്യേക തരം സംഭവമാണ്. എന്താ ഇന്ന് ഈ ഒരു ബാഗായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇത് നമ്മൾ ഇന്നലെ പോയപ്പോൾ വാങ്ങിയ വാട്ടർ ബോട്ടിലാണ്. നല്ല ഒരു പാകത്ത് വലിപ്പമുള്ള വാട്ടർ ബോട്ടിലാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ബ്ലൂ കളറൊക്കെ ആയിട്ട്. അങ്ങനെ ഓൾ ഇന്നലെ വാങ്ങിയ സാധനം ബാഗിൽ നിന്ന് ഒഴിച്ചു വെച്ച കുറേ സാധനങ്ങൾ അത് മറ്റേ ബാഗൊക്കെ ആക്കി പഴയ പിന്നെ മോള് വാങ്ങിക്കൊടുത്ത ബാഗാട്ടോ, ആ പിങ്ക് ബാഗ് ഓൾ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്തതായിരുന്നു. അത് ഇന്ന് മാറ്റിയിട്ട് ഇന്നിപ്പോൾ ഈ ഒരു മെറൂൺ ബാഗൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഒക്കെ ഇതിക്ക് മാറ്റി സെറ്റാക്കി ഓൾ ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ നേരം കുറേ ആയി. 11:40 ഒരു ബസ് ഉണ്ട്, അതിനാട്ടോ പോണത്. അവൾ 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. ബസ്സിനൊക്കെ കുറച്ചൊരു താമസം ഉണ്ടാവും, ഒരു സമയം കുറച്ച് ചിലപ്പോൾ നേരത്തെ എടുക്കും. പിന്നെ അതുമല്ല അവളെ കൊണ്ടാക്കി വന്നിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് കുളിച്ച് മാറ്റി പള്ളിക്ക് പോകാനും ഒക്കെ. അപ്പം അങ്ങനെ അതാ ഇറങ്ങി നല്ല ഒരു ഒക്കെ കൊടുത്ത് ഇറങ്ങിയിട്ട് വരും എന്ന് പറയുന്ന സന്തോഷം, അതേപോലെ തന്നെ പോകുമെന്ന് പറയുമ്പോൾ ഒരു വിഷമമാണ്. അങ്ങനെ ഓള് അത്ര അയച്ചിട്ട് ഞാൻ അകത്തേക്കാണ് വന്ന് സോഫയിൽ അങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ വന്നു കേട്ടോ. മൂപ്പര് വെള്ളിയാഴ്ച വരുന്ന അമ്മോനാണിത്. മൂപ്പരിങ്ങനെ വന്നു. അപ്പോൾ നീനുട്ടി ആരുമില്ലേ, മക്കളില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. കയ്യിൽ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ബോണ്ടയാണ്. എന്താ പറയുക, മുട്ട ഒക്കെ വെച്ചിട്ട് മസാല ബോണ്ടയാണ് കേട്ടോ. ഉള്ളിൽ മുട്ടയൊക്കെ ഉണ്ട്. നീനുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നീനിപ്പോൾ പോയി എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ ഞാൻ മൂപ്പർക്ക് നല്ല ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു, അതൊക്കെ കഴിച്ച്. പിന്നെ ശരിക്കും പറഞ്ഞാൽ മൂപ്പര് അവിടെ ഇരുന്ന് ഹോട്ടലിൽ പോയിട്ട് മമത ഹോട്ടലിൽ പോയിട്ട് ചായ കുടിച്ച് അതൊക്കെ തിന്നാൽ മതി. പക്ഷേ മൂപ്പർക്ക് എൻ്റെ ചായ കിട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് കഴിക്കുന്ന സ്നാക്സ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾക്കുള്ളതും വാങ്ങി ഇങ്ങോട്ട് പോരും. ഇവിടെ ഒന്ന് ആ സ്നാക്സും കൂട്ടി ചായ കുടിച്ചിട്ട് മൂപ്പര് പള്ളിക്ക് പോകും. മൂപ്പർക്ക് അതൊരു സന്തോഷം കേട്ടോ, എൻ്റെ ചായ ഇങ്ങോട്ട് കിട്ടുമ്പോൾ. അങ്ങനെ മൂപ്പര് പോയതിന് തൊട്ട് പിന്നാലെ എൻ്റെ ഹസ്ബൻഡും കുളിച്ച് മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഒരാൾ വന്നു കേട്ടോ. അവൾ വന്ന് ഓക്ക് ഫുഡ് വിളമ്പി കൊടുത്തു, ഫ്രൈഡ് റൈസൊക്കെ വിളമ്പി കൊടുത്തതിന് ശേഷം ബാക്കി ഞാൻ ക്ലീനിങ് പരിപാടിക്കാണ് നിന്നിട്ടുണ്ട്. ഒരു ഒഴിവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നീനുട്ടി അങ്ങോട്ട് പോയി ഇറങ്ങിയൊക്കെ എൻ്റെ അപ്പാപ്പ വന്നു. പിന്നെ അപ്പാപ്പനോട് വർത്താനൊക്കെ പറഞ്ഞു ഇരുന്നപ്പോക്കിന് ഇതും വന്നു. അപ്പാപ്പ പോയി. അങ്ങനെ ഒരു ഒഴിവ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാനൊക്കെ തോന്നുന്നു. കാരണം എല്ലാവരും പോകുമ്പോൾ നീനൊക്കെ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് ഒഴിഞ്ഞിരിക്കണമല്ലോ, നമുക്ക് കുറച്ച് സമാധാനത്തിൽ ഇരിക്കാനൊക്കെ തോന്നും. പക്ഷേ അതൊന്നും ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിതാ ഓരോന്നോരോന്ന് ക്ലീൻ ചെയ്യും. അറിയാലോ, ടേബിൾ ഒന്നായിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് വാരി ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇതങ്ങോട്ട് ക്ലീൻ ആക്കിയാലുണ്ടല്ലോ നമ്മളെ 90% പ്രശ്നങ്ങളും അങ്ങോട്ട് തീരും കേട്ടോ. ഈ ഒരു മേശപ്പുറത്തുള്ളത് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് അവിടെ കച്ചറയോ വീട്ടിൽ വേറെ ഇതും ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങോട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഇതിൻ്റെ നോട്ട് ബുക്കാണ് ഞാൻ ഇന്നലെ പോയപ്പോൾ വാങ്ങിയതാട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചിത്രം വരക്കാനും ഡ്രസ്സിൻ്റെയൊക്കെ
മോഡലൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കുറച്ച് നമ്മൾ പുതിയ ക്ലോത്തുകളെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ലോത്ത് കൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മോഡലൊക്കെ ഒന്ന് വരച്ച് നോക്കാൻ വേണ്ടി നല്ലൊരു നോട്ട് ബുക്ക് വാങ്ങി. പിന്നെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ മേശപ്പുറത്തുള്ളതൊക്കെ അതിൻ്റെ സ്ഥാനത്തൊക്കെ കൊണ്ടുപോയി വെച്ചു. അതും തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക വീട് ഒരു ഐശ്വര്യമൊക്കെ വന്നു കേട്ടോ. ഇനി കിച്ചണും കൂടിയൊക്കെ ഒന്ന് നന്നാക്കാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ കുറേശ്ശെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികമൊന്നും ഇല്ല. ഇനി മൊത്തത്തിലൊന്ന് അടിച്ചു വാരണം. പിന്നെ റൂമിലേക്ക് അങ്ങോട്ട് പോകുന്നു. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നീനു കിടന്നതാണ്. വലിയ അച്ചറ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ബെഡൊക്കെ ഒന്നിട്ട് അപ്പോൾ ഒരു കറണ്ടും പോയിട്ട് വീഡിയോ എടുക്കാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പിന്നെ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചു. ഒക്കെ ഒന്ന് തലേണയും കാര്യങ്ങളൊക്കെ തട്ടിക്കൊട്ടി റെഡിയാക്കി അവിടെ റൂമൊന്ന് ഇതാക്കി. ഇനി മൊത്തത്തിൽ അതായത് നമുക്ക് ഒന്ന് അടിച്ചു വാരിയിട്ട് തുടച്ചിട്ടൊന്നും ഇല്ലല്ലോ. മൊത്തത്തിലൊന്ന് അടിച്ചു വാരാനും തുടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചപ്പോൾ ഇതാ കറണ്ടും വന്നു. ഇത് തന്നെയാണ് പണി. പിന്നെ കുറേ അലക്കിയത് ഉണങ്ങിയതുണ്ടായിരുന്നു. അതൊക്കെ വന്ന് എടുത്ത് മടക്കി വെക്കുകയാണ്. ഇതും അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനി പോവുള്ളതാ ഇതുപോലെയുള്ള ഓരോ പണികളായിരിക്കും. ഓൾ പോകുമ്പോക്കിന് വേണമെങ്കിൽ മൊത്തത്തിൽ അടിച്ചു വാരി തുടക്കാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓളെ പറഞ്ഞയച്ചിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.